എത്രയും ബഹുമാനപ്പെട്ട വന്ധ്യപിതാവേ, പിതാവ് കൊടുത്തയച്ച എഴുത്ത് വളരെ സന്തോഷത്തോടും തൃപ്തിയോടും കൂടെ വായിച്ചു. എഴുത്തിൽ പറയുന്നതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇന്ന് കുർബാനയ്ക്ക് മുൻപ് പിതാവിൻ്റെ കൽപ്പനയെഴുത്ത് വാതിലിൽ ഒട്ടിച്ച് കുർബാനയിൽ പങ്കെടുക്കാൻ പോയി. കുർബാന കഴിഞ്ഞു വന്നപ്പോൾ ഈ എഴുത്തും കാണാതെ പോയ മറ്റു 2 എഴുത്തുകളും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ ലഭിച്ചു. അനുഗ്രഹമുള്ള ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. സ്നേഹപിതാവ് അയച്ച കൽപ്പനകളും ഗുണദോഷങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ പാലിച്ചുവോ എന്ന് സംശയം തോന്നി. ദൈവാനുഗ്രഹത്താൽ അതിനൊന്നുകൂടി വർദ്ധിപ്പിക്കാൻ സാധിച്ചു. സ്നേഹപിതാവിന് എഴുത്തയക്കുന്നതിൽ തടസ്സം നേരിട്ടപ്പോൾ പിതാവിൽ നിന്നുള്ള ആശ്വാസവും അതുവഴിയായി വരുന്ന ധൈര്യവും മറ്റു നന്മകളും ഇല്ലാതാക്കുന്നതിനു വേണ്ടി ദുഷ്ടർ ചെയ്യുന്ന മഹാസൂത്രവും ചതിയുമാണിതെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങളെ എത്ര എതിർത്താലും സ്നേഹപിതാവിനെ അറിയിക്കാതിരിക്കുകയില്ലെന്ന് ഇവരോട് ശക്തമായി ഞാൻ പറഞ്ഞു. ആ സമയത്തെ അവരുടെ ദുഷ്ടവാക്കുകൾ വളരെ ഭയാനകമായിരുന്നു. എല്ലാം ദൈവ തിരുമനസ് തന്നെയെന്ന് കരുതി മൗനം പാലിച്ചു. പിതാവേ, കഴിഞ്ഞ ബുധനാഴ്ച തുടങ്ങി ഇന്ന് വരെ ദൈവാനുഗ്രഹത്താൽ പിതാവിൻ്റെ അപേക്ഷ കൊണ്ടും ആ ദുഷ്ടർ വന്നിട്ടില്ല. 2 പ്രാവശ്യം ജഡിക വിചാരം മനസ്സിൽ വന്നു. വേഗം പോവുകയും ചെയ്തു. എല്ലാം കൊണ്ടും ഞാൻ ദൈവത്തെ സ്നേഹിക്കേണ്ടവളാണ്, നിശ്ചയം. പിതാവേ, യോഗ്യത പ്രാപിക്കാനുള്ള ദിവസങ്ങൾ കഴിഞ്ഞുപോയെന്ന് തോന്നുന്നു. അത് നല്ലവണ്ണം സഹിക്കാത്തതുകൊണ്ടായിരിക്കും, അല്ലേ പിതാവേ? ആ ഭാഗ്യത്തിൻ്റെ ദിവസങ്ങൾ നല്ലതു തന്നെയായിരുന്നു. എന്തെങ്കിലും കുറച്ച് സഹിക്കാനില്ലാത്ത ദിവസം വെറുതെയുള്ളതാണെന്ന് തോന്നുന്നു. ഏതെങ്കിലും ഒരു കുരിശ് എനിക്ക് ലഭിക്കുന്നതിനായി പിതാവ് അപേക്ഷിക്കണമേ. പിതാവിൻ്റെ സുഖവിവരം അറിയിക്കണമേ. എനിക്ക് വേണ്ടി പിതാവ് ചെയ്തിരിക്കുന്ന എണ്ണമില്ലാത്ത ഉപകാരങ്ങൾക്ക് എന്ത് നന്ദിയാണ് ഈ പാവപ്പെട്ട ഞാൻ കാണിക്കേണ്ടത്? ഒന്നുമില്ല. പിതാവിന് വേണ്ടി അപേക്ഷിക്കും. വേറൊന്നും എനിക്ക് കഴിയുകയില്ലെന്ന് പിതാവിനറിയാമല്ലോ. സ്നേഹപിതാവിൻ്റെ ഗുണദോഷ മറുപടിയും ശ്ലീഹായ്ക്കെടുത്ത ആശീർവാദവും താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങയുടെ അപേക്ഷയ്ക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇന്ന് അയോഗ്യ ശുശ്രൂഷയും എളിയ മകളുമായ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഏവുപ്രാസ്യ. പിതാവും ഞാനുമല്ലാതെ മരണം വരെ മറ്റാരെയും അറിയിക്കരുതെന്ന് അപേക്ഷിക്കുന്നു. ഇതിനു മറുപടി തരണമെന്നും എഴുത്തു 3 കീറിക്കളയണമെന്നും താഴ്മയോടെ അപേക്ഷിക്കുന്നു. പല കവറുകളിലായതുകൊണ്ട് ഒന്നിലടക്കി വയ്ക്കുന്നു.